ഹാസ്യനടനിൽ നിന്ന് ദേശീയ പുരസ്കാര ജേതാവായ കരുത്തുറ്റ നടനിലേക്കുള്ള സുരാജ് വെഞ്ഞാറമൂടിന്റെ വളർച്ച മലയാളികൾക്ക് എന്നും അത്ഭുതമാണ്. മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തിയ സുരാജ് തന്റെ കരിയറിന്റെ തുടക്കകാലത്തുണ്ടായ കൈപ്പേറിയ ഒരു അനുഭവം പങ്കുവച്ചതാണ് ഇപ്പോൾ സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്നത്. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. ബസ്സിൽ വെച്ച് ലഭിച്ച ആ ഫോൺ കോൾ താൻ സിനിമയിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന 2005-ലെ ഒരു സംഭവമാണ് സുരാജ് വിവരിച്ചത്. നഷ്ടമായ അവസരം. ഒരു വലിയ സിനിമയിൽ അവസരം ലഭിച്ച് ഷൂട്ടിങ്ങിനായി വീട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ കയറി. യാത്ര തുടങ്ങി 5 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും നിങ്ങൾ ഈ സിനിമയിലില്ല, വരേണ്ടതില്ല എന്ന ഫോൺ കോളെത്തി. പ്രതിസന്ധി. വീട്ടിൽ വലിയ യാത്രയപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിനാൽ തിരിച്ചുപോകാൻ വലിയ വിഷമം തോന്നി. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് മറ്റൊരു ഭാഗ്യം തേടിയെത്തിയത്. പുതിയ തുടക്കം. നിരാശനായി നിൽക്കുമ്പോൾ പാലക്കാട് നടന്നുകൊണ്ടിരുന്ന സ്കെച്ച് എന്ന സിനിമയിലേക്ക് വിളിവന്നു. ചെറിയ വേഷമായിരുന്നിട്ടുകൂടി താൻ അത് സ്വീകരിച്ചു. സൈജു കുറുപ്പും മോഹിനിയാട്ടവും. തന്റെ ആദ്യകാല സിനിമകളിൽ ഒന്നായ സ്കെച്ചിൽ സുരാജിനൊപ്പമുണ്ടായിരുന്നത് സൈജു കുറുപ്പായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം മോഹിനിയാട്ടം എന്ന ചിത്രത്തിൽ വീണ്ടും സൈജുവിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് മറക്കാനാവാത്ത അനുഭവമാണെന്ന് സുരാജ് പറഞ്ഞു. ബോക്സോഫീസിൽ കുതിച്ച് മോഹിനിയാട്ടം. 2024-ൽ പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി എത്തിയ മോഹിനിയാട്ടം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. പ്രധാന വിവരങ്ങൾ. സംവിധാനം കൃഷ്ണദാസ് മുരളി. താരനിര സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, ശ്രീജ രവി. ദേശീയ അവാർഡ് ജേതാവായ സുരാജ് വെഞ്ഞാറമൂടിന്റെയും സൈജു കുറുപ്പിന്റെയും കെമിസ്ട്രി തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറിയ സുരാജിന്റെ ഈ വെളിപ്പെടുത്തൽ സിനിമയെ സ്വപ്നം കാണുന്ന ഒരുപാട് യുവാക്കൾക്ക് പ്രചോദനമാണ്.